അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. ഹിജ്റ 31 AD 652 നമ്മുടെ ചരിത്രപുരുഷൻ്റെ പിതാവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു വഫാത്താവുകയുണ്ടായി. മാതാവ് ഹിന്ദ് ബിന്ത് ഉത്ബ റളിയല്ലാഹു അൻഹയുടെ വിയോഗം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംഭവിച്ചത് നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. തൻ്റെ പുത്രൻ നേടിയ പുരോഗതി മാതാവ് ഹിന്ദ് റളിയല്ലാഹു അൻഹയ്ക്ക് കാണാനായില്ലെങ്കിലും വന്ധ്യവയോധികനായ പിതാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് അതനുഭവിച്ച് ആസ്വദിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി. പുത്രന് വേണ്ട ഉപദേശങ്ങൾ നൽകാനും ദമസ്കസിൽ പോയി താമസിക്കാനും അദ്ദേഹത്തെ വിധി അനുവദിച്ചിരുന്നു. ശത്രുപാളയത്തിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം ഇസ്ലാമായി ജീവിക്കാനും അദ്ദേഹത്തിനു കഴിഞ്ഞു. ഒരുപാട് അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്ത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രീതിപാത്രമായ ശേഷമാണ് മദീനയിൽ വച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം. 97 വയസ്സായിരുന്നു പ്രായം. ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്നും മകൻ മുആവിയ റളിയല്ലാഹു അൻഹു ആണെന്നും അഭിപ്രായങ്ങൾ കാണുന്നു. ജന്നത്തുൽ ബഖയിലാണ് മഹാനവർകൾ മറമാടപ്പെട്ടത്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂടുതൽ പ്രദേശങ്ങളുടെ ചുമതല മുആവിയ റളിയല്ലാഹു അൻഹുവിന് നൽകുകയുണ്ടായി. സ്ഥാനമുയർത്തിയും വിജ്ഞാപനമിറക്കി. റോമക്കാരുടെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് ദമസ്കസ് അമീർ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയ്ക്ക് എഴുത്തയക്കുകയുണ്ടായി. റോമക്കാർ വലിയ രീതിയിലുള്ള പടയൊരുക്കം തങ്ങൾക്കെതിരെ നടത്തുന്നുണ്ടെന്നും അവരെ നേരിടാൻ കൂടുതൽ സൈന്യം ആവശ്യമാണെന്നും അദ്ദേഹം ഖലീഫയെ ബോധിപ്പിച്ചു. തുടർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷാമിൻ്റെ അയൽ പ്രവിശ്യയായ കൂഫയുടെ ഗവർണർ വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹുവിന് മുആവിയ റളിയല്ലാഹു അൻഹുവിന് സൈന്യത്തെ അയച്ചു കൊടുക്കാൻ സന്ദേശമയച്ചു. കൂഫൻ സൈന്യം അസർബൈജാൻ കീഴടക്കി മടങ്ങുന്ന വേളയിലാണ് ഖലീഫയുടെ ദൂതൻ അവരെ കണ്ടുമുട്ടുന്നത്. തൻ്റെ എഴുത്ത് കിട്ടുന്ന മാത്രയിൽ ധീരതയിലും വിശ്വാസത്തിലും സഹകരണത്തിലും ശക്തിയിലും താങ്കൾക്ക് തൃപ്തനായ ഒരാളെ ഷാമിലേക്ക് നിയോഗിക്കാനും അദ്ദേഹത്തോടൊപ്പം 8000 9000 10,000 ഭടന്മാരെ അയക്കാനുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശം. കത്ത് വായിച്ച ഉടനെ ഗവർണർ വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹു ദൗത്യത്തിൻ്റെ നായകനെ തെരഞ്ഞെടുത്ത് തൻ്റെ സൈനികരെ സംബോധന ചെയ്തു. ബഹുമാന്യരെ, അള്ളാഹു മുസ്ലിങ്ങളെ നല്ല രീതിയിലാണ് പരീക്ഷിച്ചിരിക്കുന്നത്. സത്യനിഷേധത്തിലേക്ക് പോയ നാടുകൾ അവൻ നമുക്ക് തിരിച്ചു നൽകി. അതിജയിക്കാനാവില്ലെന്ന് നാം കരുതിയ പല പ്രദേശങ്ങളും അവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. അങ്ങനെ അള്ളാഹു നമ്മെ സുരക്ഷിതരും സമ്പന്നരും പ്രതിഫലാർഹരുമാക്കി അവരുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചയച്ചു. അതിന് നാം അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നാൽ അമീറുൽ മുഅ്മിനീൻ നിങ്ങളിൽപ്പെട്ട 8000 10,000 പടയാളികളെ ഷാം ദൗത്യത്തിനായി നിയോഗിച്ചിരിക്കുകയാണ്. കാരണം മുസ്ലിം സൈന്യത്തെ റോമക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുനിഞ്ഞിരിക്കുകയാണ്. അവരെ പ്രതിരോധിക്കുന്നതിൽ മഹത്തായ പ്രതിഫലമുണ്ട്. അതിനാൽ തയ്യാറുള്ളവർ മുന്നോട്ട് വരിക. സൽമാൻ ഇബ്നു റബീഅ ആയിരിക്കും നിങ്ങളുടെ നേതാവ്. പ്രസംഗം കഴിഞ്ഞ് താമസം വിന 8000 പേർ ഷാമിലേക്ക് പുറപ്പെട്ടു. ദിവസങ്ങൾക്കകം റോമൻ ഭൂമിയിൽ കാത്തു നിൽക്കുകയായിരുന്ന ദമസ്കസ് സൈന്യത്തോടൊപ്പം അവർ ചേർന്നു. അങ്ങനെ ഇരു സൈന്യവും ചേർന്ന് ബൈസാൻഡിനുകളെ തുരത്തിയോടിച്ചു. ഈ തേരോട്ടത്തിൽ ഒരുപാട് കോട്ടകളും പട്ടണങ്ങളും പിടിച്ചെടുത്ത ഇസ്ലാമിക സേനയ്ക്ക് ധാരാളം യുദ്ധമുതലുകളും കൈവന്നു. സൈന്യത്തിലുണ്ടായിരുന്ന ഹബീബ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു ശക്തനായ പോരാളിയും സമർത്ഥനായ യുദ്ധതന്ത്രജ്ഞനുമായിരുന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ ഏതാനും ഭടന്മാരോടൊപ്പം ബൈസാന്റിയൻ തലവൻ മോറിയാനിൻ്റെ കൂടാരങ്ങൾ ആക്രമിക്കാൻ അദ്ദേഹം പദ്ധതിയിടുകയുണ്ടായി.
ഇത് മനസ്സിലാക്കിയ ഭാര്യ ഉമ്മു അബ്ദില്ലാ ബിന്ത് യസീദ് റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് രാത്രിയിലെ പദ്ധതി? അദ്ദേഹം പ്രതിവചിച്ചു, ഒന്നുകിൽ മോറിയാനിൻ്റെ കൂടാരങ്ങൾ ജയിച്ചടക്കും, അല്ലെങ്കിൽ സ്വർഗം ഭരിക്കും. അങ്ങനെ രാത്രിയുടെ അന്ധകാരത്തിൽ ഹബീബു ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവും സഹഭടന്മാരും മോറിയാനിൻ്റെ കൂടാരത്തിനടുക്കലെത്തി. ചെന്ന് നോക്കുമ്പോൾ തൻ്റെ പത്നി ഉമ്മു അബ്ദില്ലാ റളിയല്ലാഹു അൻഹ അവിടെ സജ്ജയായി നിൽപ്പുണ്ടായിരുന്നു. തുടർന്ന് അവർ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് മടങ്ങി. പിന്നീടും അമീർ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹബീബു ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു തൻ്റെ പടയോട്ടം തുടർന്നു. ഇതിൽ അസർബൈജാനിൻ്റെയും അർമേനിയയുടെയും പ്രവിശ്യകൾ അവർ ജയിച്ചടക്കി. അവിടങ്ങളിലെ നിരവധി കോട്ടകളും പട്ടണങ്ങളും മുസ്ലിങ്ങൾക്ക് അധീനമായി. ഇറാഖി റോമൻ അതിർത്തിയിലുള്ള ഷംഷാത്ത്, മൽത്തുയ തുടങ്ങിയ പട്ടണങ്ങളും അവർ കീഴടക്കി. ഹിംസിൻ്റെ അമീർ സഈദ് ബിൻ ഉമൈറ റളിയല്ലാഹു അൻഹു രോഗബാധിതനായതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞതോടെ ആ മേഖലയുടെ ഭരണവും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അതോടെ ഗ്രേറ്റർ ഷാം പൂർണ്ണമായും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അധികാരത്തിനു കീഴിൽ വന്നു. ഹിജ്റ 25 ഷാമിൻ്റെ അതിർത്തികൾ മുഴുവൻ സഞ്ചരിച്ച് പ്രവിശ്യയുടെ സുരക്ഷ മുആവിയ റളിയല്ലാഹു അൻഹു നേരിട്ട് ഉറപ്പുവരുത്തി. അന്ത്വാഖിയയുടെയും തർസൂസിൻ്റെയും ഇടയിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന കോട്ടകളിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. ഏതായാലും തൻ്റെ എമിറേറ്റിൻ്റെ സുരക്ഷയ്ക്കും പൗരന്മാരുടെ ക്ഷേമത്തിനും വേണ്ടി മുആവിയ റളിയല്ലാഹു അൻഹു വിശ്രമമില്ലാതെ തന്നെ പണിയെടുത്തു. അതിൻ്റെ ഫലമായി രാഷ്ട്രത്തിൻ്റെ ഭൂപടം പ്രവിശാലമായി. ശത്രുക്കൾ പിടിച്ചെടുത്തിരുന്ന മുഴുവൻ പ്രദേശങ്ങളും തിരിച്ചുപിടിച്ചു. അങ്ങനെ ഖിലാഫത്തിലെ ഏറ്റവും ശക്തനും ഖലീഫയുടെ ഏറ്റവും വിശ്വസ്തനുമായ അമീറായി മുആവിയ റളിയല്ലാഹു അൻഹു വളർന്നു. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.